ഹലോ വെൽക്കം ടു അഖിൽ ഡിസൈൻ. സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേഡിയൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ടൂൾ അല്ലെങ്കിൽ ഗ്രേഡിയൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രേഡിയൻറ്റ് ടൂള് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് ടൂൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇരിക്കുന്ന, അതായത് ഒരു സൈഡ് ബ്ലാക്കും ഒരു സൈഡ് കുറച്ച് വൈറ്റിഷ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ടൂളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേഡിയൻറ്റ് ടൂൾ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജി എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യും. അപ്പോൾ ചോദിക്കുക എന്താണ് ഗ്രേഡിയൻറ്റ് എന്ന്? നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, രണ്ട് കളർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു എഫക്ട്സ് നമുക്കതിനകത്ത് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതെന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു എഫക്ട്സ് കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ബ്ലെൻഡ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പല പല കളർ തിയറിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിനൊരു ഇമോഷൻസ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പല ഇതുണ്ട്. നമ്മൾ ആ തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിനേക്കൊന്നും പോകണ്ട. നമ്മളിവിടെ നോക്കുന്നത് ടൂൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. സോ ആദ്യം തന്നെ അവിടെ ഒരു അപ്പോൾ ഈ രണ്ട് കളർ, അതായത് ഈ രണ്ട് കളറുകൾ മെയിൻലി ഒരു സ്മൂത്ത് ട്രാൻസിഷൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിന് അവിടെ ഒരു ഡെപ്തും ഡയമെൻഷൻസും ഒക്കെ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. സോ അതാണ് ബേസിക്കലി ഗ്രേഡിയൻറ്റ് ടൂളിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഗ്രേഡിയൻറ്റ് ടൂൾ നമുക്ക് എങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ഞാനിവിടെ ഗ്രേഡിയൻറ്റ് ടൂൾ ജി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇഷ്ടമുള്ളൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു കളർ സെലക്ട് ചെയ്തിട്ട് ഇപ്പം പർപ്പിൾ അല്ലെങ്കിൽ കാരണം ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന പുതിയ ഷോപ്പിലൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കളറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈസി ആയിട്ട് നമുക്കവിടെ ബ്ലെൻഡായി. കണ്ടോ, ഇതിപ്പോൾ 2 കളറാണ്. പക്ഷെ നമുക്കങ്ങനെ തോന്നിക്കുന്നില്ല. കാരണം എന്താണ്, അത് ബ്ലെൻഡ് ആയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഗ്രേഡിയൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ എനിക്ക് ഈ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഇഷ്ടം അനുസരിച്ച് നമുക്ക് 2 കളർ കാണുന്ന രീതി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പം ഇത്രയും സൈസ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാം. ഇപ്പം ഇത്രയും വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. കണ്ടില്ലേ? നമ്മൾ ആ കൊടുക്കുന്ന ഡ്രാഗ് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ എത്ര സൈസ് അനുസരിച്ചിരിക്കും എത്ര ഗ്രേഡിയൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമ്മൾ ഇത്രയൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് വേണ്ടി വരും. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ കളേഴ്സ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഓറഞ്ച് എടുത്തിട്ട് ഞാനിപ്പം ഓറഞ്ച് ഓറഞ്ച് ഈ ഒരു കളർ യൂസ് ചെയ്തു. ഇത് ഒരു മെത്തേഡാണ്. പക്ഷേ ഇപ്പം നമുക്കിത് കസ്റ്റമൈസ്ഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി നൈസായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ, അതായത് സോളിഡ് കളറിൻ്റെയും താഴെ കിടക്കുന്ന ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഗ്രേഡിയൻറ്റ് ഫില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പോയി ഞെക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നേരെ എഡിറ്റിൽ പോവുക. എഡിറ്റല്ലല്ലോ, അതെ, ലെയറിൽ പോയിട്ട് ന്യൂ ഫിൽ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 3 എണ്ണം നമുക്ക് കാണാൻ പറ്റും. സോളിഡ് കളർ, ഗ്രേഡിയൻറ്റ്, പാറ്റേൺ എന്നുള്ളത്. പക്ഷേ ഇവിടെ പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു കളർ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഗ്രേഡിയൻറ്റിൻ്റെ ആ കളറെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയൻറ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ടാബ് വരും. അപ്പോൾ ഈ ഒരു ടാബ് വന്നിട്ട് ഇവിടെയും ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു കളർ, ഇപ്പോൾ ഒരു നീല കളറാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെയും വന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഇഷ്ടമുള്ളൊരു കളർ, ഒരു ബ്ലെൻഡ് ആവുന്ന കളർ, ഒരു ഗ്രീനിഷ് ഒരു ബ്ലൂയിഷ് വൈറ്റും കൂടെ കലർന്നിട്ട് ഒരു ചെറിയൊരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കളേഴ്സ് എല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കളർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അതായത് നമ്മളിവിടെ ജസ്റ്റ് വന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടംപോലെ ക്ലിക്ക് കൊടുക്കാം. നമുക്ക് 100ഓ 50ഓ എത്ര കളർ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് അത് നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം. നമുക്കത് മാറ്റി കൊടുക്കാം, ഇങ്ങനെ മാറ്റി കൊടുക്കാം, ഇങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളർ ഇതിലേക്ക് ആഡ് ചെയ്യാം. കാരണം 2 കളറിൽ കൂടുതൽ കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാരണം 2 കളർ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഗ്രേഡിയൻറ്റ് കളറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ. ഇനിയിപ്പം നിങ്ങൾക്കിപ്പോൾ ലൊക്കേഷൻ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ അതായത് ഇതിപ്പം എനിക്കൊരു ഒരു 20% അല്ലെങ്കിൽ 20% മതി എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ലൊക്കേഷൻ അതായത് അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കിവിടെ ഒരു 20 എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 20ാമത്തെ ആ ഒരു ലൊക്കേഷനിൽ ചെന്ന് കിടക്കും. ഇപ്പം ഈ കാണുന്നത് ഇപ്പം നമുക്കൊരു 50ാമത്തെ ലൊക്കേഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ 50ൻ്റെ അവിടെ പോയി കിടക്കും. ഓക്കെ. നമുക്ക് ആ ലൊക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് താഴോട്ടൊന്ന് വലിച്ചാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഡിലീറ്റ് ആയിക്കോളും. ജസ്റ്റ് താഴോട്ട് വിളിക്കുക, ജസ്റ്റ് എടുക്കുക, താഴോട്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ചുമ്മാ ജസ്റ്റ് വലിക്കുക, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നോക്കണ്ട. ജസ്റ്റ് കുറച്ച് ഇതാണ്. ഇനി നമുക്ക് ഇതിനൊക്കെ പേര് കൊടുക്കാം. ഇനി നമുക്കിപ്പം ഇപ്പോൾ ഈ കളർ ഞാനൊരു ബ്ലൂ 1 എന്ന് പറയുന്നത് കൊടുത്തിട്ട് ന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പം ഞാനിവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓട്ടോമാറ്റിക് സേവ് ആയി. കാരണം നമുക്കിനി ഫ്യൂച്ചറിലോ വല്ല യൂസ് ചെയ്യണമെങ്കിൽ ഈ കളർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ പോയി അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഗ്രേഡിയൻ്റ് എഡിറ്ററിനകത്ത്. ഇനി ജസ്റ്റ് നമ്മൾ ഓക്കെ കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടെ വന്ന് താഴെ കാണാൻ പറ്റും നമുക്ക് സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റൈൽസ് നമുക്ക് റേഡിയലിൽ ഇപ്പം റേഡിയൽ സൈസ് അതായത് ഇവിടെ നടുക്ക് കുറച്ചും കൂടി വരുന്ന സൈസിൽ അതായത് ഈ കാണുന്ന കളറ് നടുക്ക് വരും. അപ്പം നടുക്ക് വരും. എന്നിട്ട് ഇതൊരു സർക്കുലർ റൊട്ടേഷൻ മോഷനിലേക്ക് അല്ലെങ്കിൽ സർക്കുലർ ആ ഒരു റേഡിയൽ ഫോമിലേക്ക് വരും. അത് എത്ര നമുക്ക് ആംഗിൾസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൊടുത്ത് നോക്കാം. ഇപ്പം ആംഗിളായിട്ടാണ് നിങ്ങൾക്ക് എഫക്റ്റ് വരുന്നത്. ഇപ്പോൾ റിഫ്ലക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഇതിൽ അതായത് നടുക്ക് റിഫ്ലക്റ്റഡ് എന്ന് പറയുമ്പോൾ നടുക്ക് ഈ ഒരു നമുക്ക് കുറച്ചുകൂടി തെളിച്ചമുള്ള ബ്ലൂവും മറ്റേ 2 സൈഡിലും നമ്മുടെ സെക്കൻഡറി അതായത് രണ്ടാമത്തെ കളർ നമ്മളേതാണ് കൊടുത്തത് അത് അങ്ങനെ ഒരു റിഫ്ലക്റ്റ് മോഡിലേക്ക് അതായത് ജസ്റ്റ് നമ്മളിവിടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റിഫ്ലക്ഷൻ. ഓക്കെ. പിന്നെ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് അതുപോലെ തന്നെ ആ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു കളർ അവിടെ വരും. ഓക്കെ. പിന്നെ തൽക്കാലത്തേക്ക് ലീനിയർ ആണ് കൊടുക്കുന്നത്. ഇനി സ്കെയിൽ നിങ്ങൾക്ക് ഇനി എത്ര ഇത് വേണം അതായത് എത്ര വലുതായിട്ടിരിക്കണം ആ ഒരു സൈസ് എന്നുള്ളത് നമുക്കിവിടെ ചെയ്യാം. എനിക്കിപ്പം ഈ കളർ അതായത് ഇപ്പോൾ സെക്കൻഡറി കളർ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ. നമുക്കവിടെ കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് വെരി സിമ്പിൾ. സോ ഇത്രയേ ഉള്ളൂ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ഇനിയും ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ ഗ്രേഡിയൻസ് ഒക്കെ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു ടെക്സ്റ്റിനകത്ത് നമുക്ക് എങ്ങനെ ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഗ്രേഡിയൻറ്റ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ കാണാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഞാനൊരു എക്സ്ട്രാ ബോൾഡ് കുറച്ചുകൂടി കാണുന്ന രീതിയിൽ എല്ലാവർക്കും കാണാമല്ലോ. ഓക്കെ. ഞാനിപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. ഓക്കെ. എനിക്ക് ഇതിനകത്ത് ഇനി ഗ്രേഡിയൻ്റ് നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ പറ്റും. നമുക്കിപ്പം പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ റൈറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലെയർ സ്റ്റൈലിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ കളറിനനുസരിച്ച് ഇപ്പം കളറിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് നമ്മൾ എങ്ങനെയാണ് മുമ്പേ ചെയ്തത് അതുപോലെ നമുക്ക് അത് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു ഒരു കളർ ഞാൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ. ഇത് നമുക്ക് ഒപ്പാസിറ്റി ഒക്കെ കുറയ്ക്കാം. നമുക്കിവിടെ എഫക്ട്സ് കൊടുക്കാം. അതെ. ഇപ്പോൾ സൈസ് ഞാൻ മെത്തേഡ് ക്ലാസിക് ലീനിയർ കൊടുത്ത് കുറച്ചും കൂടി പെർസെപ്ഷൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് കുറച്ചുകൂടെ സൈസ് ഗ്രേഡിയൻ്റ് കുറച്ചും കൂടി ബ്ലെൻഡ് ആയിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇതാണ് ബേസിക്കായിട്ട് ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് കൊടുക്കാമെന്നതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇതൊരു ചെറിയൊരു ട്യൂട്ടോറിയലാണ്. അപ്പം നിങ്ങൾക്കിതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസ് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.